ശാസ്ത്രലോകത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് വിചിത്രമായ വാദങ്ങളുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ. നാടൻ പശുവിൻ പാൽ കുടിക്കുന്ന കുട്ടികൾ അസാമാന്യ ബുദ്ധിശാലികളായി മാറുമെന്നും എന്നാൽ എരുമപ്പാൽ കുടിക്കുന്നത് കുട്ടികളെ മന്ദബുദ്ധികളും അലസരുമാക്കുമെന്നുമാണ് മന്ത്രിയുടെ പുതിയ കണ്ടെത്തൽ. രാജസ്ഥാനിലെ കോട്ടയിലുള്ള രംഗേജ് മണ്ഡയിൽ സംഘടിപ്പിച്ച ഗോസംരക്ഷണ ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു മന്ത്രി ഈ പരാമർശങ്ങൾ നടത്തിയത്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയിൽ നിന്ന് ഇത്തരമൊരു ശാസ്ത്രവിരുദ്ധമായ പ്രസ്താവന ഉണ്ടായതാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിരിക്കുന്നത്. തന്റെ വാദങ്ങൾ സമർത്ഥിക്കുന്നതിനായി പശുക്കിടാവിനെയും എരുമക്കിടാവിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചില ഉദാഹരണങ്ങളും മന്ത്രി സദസ്സിൽ അവതരിപ്പിച്ചു. പശുക്കിടാവിനെ ദൂരെ നിന്ന് തുറന്നുവിട്ടാൽ അത് വളരെ വേഗത്തിൽ തന്റെ അമ്മയെ തിരിച്ചറിയുമെന്നും എന്നാൽ എരുമക്കിടാവിനെ അമ്മയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുവരും കുടിക്കുന്ന പാലിന്റെ വ്യത്യാസമാണ് ഈ പെരുമാറ്റത്തിന് കാരണമെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. പശുക്കിടാവ് പാൽ കുടിച്ചാൽ വളരെ ഊർജ്ജസ്വലതയോടെ ഓടി നടക്കുമെന്നും എന്നാൽ എരുമക്കിടാവ് പാൽ കുടിച്ചാൽ ഉടൻ അലസമായി ഉറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉയർന്ന തോളുകളുള്ള നാടൻ പശുക്കളുടെ പാലിന് പ്രത്യേക ഔഷധ ഗുണമുണ്ടെന്നും ഇത് മനുഷ്യന്റെ ബുദ്ധിശക്തിയെ നേരിട്ട് സ്വാധീനിക്കുമെന്നുമാണ് ദിലാവർ വിശ്വസിക്കുന്നത്. ഈ പാൽ കുടിച്ച് വളർന്ന കുട്ടികൾക്ക് കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള ശേഷി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എരുമപ്പാൽ കുടിക്കുന്നവർക്ക് ഗ്രഹണശേഷി കുറവായിരിക്കുമെന്നും അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്നും മന്ത്രി പരിഹസിച്ചു. ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരം വിവേചനപരമായ പ്രസ്താവനകൾ നടത്തുന്നത് കുട്ടികളിലും രക്ഷിതാക്കളിലും തെറ്റായ ധാരണകൾ ഉണ്ടാക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളാണ് ഉയരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ആദ്യം കുറച്ച് ശാസ്ത്രം പഠിക്കണമെന്നാണ് പലരും കുറിക്കുന്നത്. പ്രത്യേകതരം പാൽ കുടിക്കുന്നത് ബുദ്ധിശക്തി കൂട്ടുമെന്നോ കുറയ്ക്കുമെന്നോ തെളിയിക്കുന്ന ഒരു ശാസ്ത്രീയ പഠനവും നിലവിലില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. പാലും പാൽ ഉൽപ്പന്നങ്ങളും പ്രോട്ടീനുകളുടെയും കാൽസ്യത്തിന്റെയും സ്രോതസ്സുകളാണ്. എരുമപ്പാലിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലായതുകൊണ്ട് അത് ദഹിക്കാൻ കൂടുതൽ സമയമെടുത്തേക്കാം എന്നതൊഴിച്ചാൽ അത് കുടിക്കുന്നവർ മടിയന്മാരാകുമെന്ന വാദം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. മദൻ ദിലാവർ വിവാദങ്ങളിൽ പെടുന്നത് ഇതാദ്യമായല്ല. ഇതിനു മുമ്പും ചരിത്രത്തെയും ശാസ്ത്രത്തെയും വളച്ചൊടിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുടെ പേരിൽ അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അക്ബർ ചക്രവർത്തിയെക്കുറിച്ചും പാഠപുസ്തകങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. ശാസ്ത്രബോധം വളർത്തേണ്ട ഒരു പദവിയിലിരുന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭക്ഷണക്രമം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയോ ബുദ്ധിശക്തിയോ നേരിട്ട് സ്വാധീനിക്കുന്നില്ല. ബുദ്ധിശക്തി എന്നത് ജനിതകമായ കാരണങ്ങൾ കൊണ്ടും ചുറ്റുപാടുകൾ കൊണ്ടും വികസിക്കുന്ന ഒന്നാണ്. എരുമപ്പാലിനെ അധിക്ഷേപിക്കുന്നതിലൂടെ പാൽ ഉൽപാദന മേഖലയിൽ കർഷകരെ കൂടി മന്ത്രി അപമാനിക്കുകയാണെന്ന് കാർഷിക വിദഗ്ധർ പറയുന്നു. രാജസ്ഥാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ എരുമ വളർത്തലിലൂടെയാണ് ജീവിക്കുന്നത്. മന്ത്രിയുടെ ഈ പ്രസ്താവന എരുമപ്പാലിന്റെ വിപണിയെ ബാധിക്കുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. കൃത്യമായ വിവരങ്ങൾ നൽകാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല. മന്ത്രിയുടെ പ്രസംഗം ഇതിനോടകം തന്നെ ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. ശാസ്ത്രീയ അവബോധം വളർത്തേണ്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവനിൽ നിന്ന് ഇത്തരം വിചിത്ര കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത് ആശങ്കാജനകമാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.